കഴിഞ്ഞ 10 വർഷത്തിനിടെ വൈപ്പിൻകരയിലും കൊച്ചിയുടെ മറ്റു തീരങ്ങളിലും മുരുകേശൻ നട്ടത് 1,00,000-ലധികം കണ്ടൽ ചെടികളാണ്. അതുകൊണ്ട് വൈപ്പിൻകാർ ഇദ്ദേഹത്തെ കണ്ടൽ മനുഷ്യനെന്നാണ് വിളിക്കുന്നത്. എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ ഒരു കണ്ടൽ മനുഷ്യനുണ്ട്. കണ്ടൽ മരങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. വൈപ്പിൻ സ്വദേശി മുരുകേശന് കണ്ടൽ ചെടികളോടുള്ള പ്രിയം തുടങ്ങിയിട്ട് നാൾ ഏറെയായി. തീരപ്രദേശത്ത് താമസിക്കുന്ന മുരുകേശനും കുടുംബത്തിനും കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം നന്നായി അറിയാം. സ്വയരക്ഷക്ക് എന്നുള്ള രീതിയിലാണ് കണ്ടൽ ചെടികൾ നമ്മൾ വളരെ ചെറുപ്പം മുതൽ തന്നെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ നമ്മൾ 2025-ലും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംരക്ഷണം ഒരു പരിധിവരെ ഇപ്പോൾ ഇന്നും ഈ കണ്ടൽ ചെടികൾ തന്നെയാണ്. കാരണം 2018-ലെ പ്രളയമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ 2004-ലെ സുനാമിയൊക്കെ വരുമ്പോൾ നമുക്കത് വായിച്ചെടുക്കാൻ പല സ്ഥലത്തും അനുഭവമാണ്, മനുഷ്യൻ്റെ അനുഭവം. പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനും കണ്ടൽ കാടുകൾക്ക് അത്ഭുതകരമായ ശേഷിയുണ്ട്. ജലാശയങ്ങൾക്ക് സമീപം കണ്ടൽ ചെടികൾ നട്ടുവളർത്തുക, കണ്ടൽ കാടുകൾ സംരക്ഷിക്കുക. അതുതന്നെയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ മുരുകേശൻ നൽകുന്ന സന്ദേശവും. തന്റെ വീടിനോട് ചേർന്ന് കണ്ടൽ ചെടികൾ മാത്രം വിൽക്കുന്ന ഒരു നഴ്സറിയുമുണ്ട്. വിവിധയിനം കണ്ടൽ ചെടികളാണ് ഇവിടെയുള്ളത്. കുറ്റിക്കണ്ടൽ, വള്ളിക്കണ്ടൽ, ഭ്രാന്തൻ കണ്ടൽ എന്നിവയാണ് ചില ഇനങ്ങൾ. കണ്ടൽ ചെടികളെ കുറിച്ച് പഠിക്കാനായി ഗവേഷക വിദ്യാർത്ഥികളും ഇവിടെ എത്തുന്നു. ഭാവി തലമുറ പ്രകൃതിയെ സ്നേഹിക്കണം, അതാണ് മുരുകേശൻ പഠിപ്പിക്കുന്നത്. തന്റെ കൊച്ചുമകനെയും കണ്ടൽ ചെടികൾ പരിപാലിക്കാനും പുതിയ തൈകൾ വികസിപ്പിക്കാനും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും സമൃദ്ധമായ കണ്ടൽ കാടുകളുടെ ഇടമായി വൈപ്പിൻകരയെ മാറ്റണമെന്ന സ്വപ്നമാണ് മുരുകേശനെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ലക്ഷ്യത്തിനായുള്ള പ്രയത്നം വർഷങ്ങളായി തുടരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.